ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കാറിൽ വെക്കുന്ന ഒരു ബഡ്ജറ്റ് ഡാഷ് ക്യാം എങ്ങനെ ബൈക്കിൽ ഫിറ്റ് ചെയ്യാമെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ആ ഡാഷ് ക്യാം ഈ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നുള്ളത് കാണിക്കാം. ഞാൻ ഡാഷ് ക്യാം അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇവിടെ കാണിക്കാം. ഇവിടെ നമ്പർ പ്ലേറ്റിന് താഴെയായിട്ട് ഈ കാണുന്നത് പോലെയാണ് ഞാൻ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു PVC പൈപ്പ് എടുത്തു. 1.25 ഇഞ്ചിൻ്റെ പൈപ്പാണ് എടുത്തത്. അതിനുശേഷം അത് 2 ഭാഗം കട്ട് ചെയ്ത് ഈ അളവിൽ കട്ട് ചെയ്തിട്ട് അതിൽ ബ്ലാക്ക് കളർ സ്പ്രേ പെയിൻ്റ് അടിച്ചു. അതിനുശേഷം ഇതുപോലെ ഒരു എൻ ക്യാപ്പ് എടുത്തു. എൻ ക്യാപ്പിൻ്റെ സൈഡ് ഒരു എഡ്ജ് ഉണ്ടാവും, അത് കട്ട് ചെയ്തു. ആ എഡ്ജ് കട്ട് ചെയ്തതിന് ശേഷം ആ എൻ ക്യാപ്പാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. 2 സൈഡും നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ എൻ ക്യാപ്പ് വെച്ചിട്ട് ഈ ക്യാമറ ഫുൾ വാട്ടർ പ്രൂഫാക്കി. അത് വാങ്ങിക്കുന്ന സമയത്ത് വാട്ടർ പ്രൂഫൊന്നും അല്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് അതിന് ശേഷം ഈ ക്യാമറ വാങ്ങിക്കുമ്പോൾ ഒരു റാപ്പ് കിട്ടും, ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം. ആ സാധനമാണ് ഇവിടെ റാപ്പ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന സ്ഥലത്ത് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അത് റാപ്പ് ചെയ്യാൻ വേണ്ടി സിപ്പ് ടൈ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം ഈ എൻഡിലൂടെ ഈ കാണുന്നത് പോലെ വയർ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ കൂടെ പുറത്തെടുത്ത് ഈ മൊത്തത്തിലുള്ള സാധനം ഇവിടെ സിപ്പ് ടൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഈ പുറത്തെടുക്കുന്ന ഭാഗത്ത് ശരിക്ക് MCയിലോ അതുപോലെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഞാൻ തൽക്കാലം ഇപ്പോൾ അത് ഒരു പ്രോട്ടോടൈപ്പ് എന്നുള്ള തരത്തിൽ ഞാനിവിടെ ടേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മൊത്തത്തിലുള്ള സാധനം ഇവിടെ സിപ്പ് ടൈ വെച്ച് സിപ്പ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും, ഈ കാണുന്ന പോലെ. അപ്പോൾ അതവിടെ ഫിക്സഡ് ആയിട്ട് അങ്ങനെ നിന്നോളും. കറക്റ്റ് വ്യൂ ഉണ്ട്, ഞാൻ മൊബൈലിൽ കാണിച്ചു തരാം. അപ്പോൾ വയറിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ താഴത്തുകൂടെ എടുത്ത് നേരെ ആ ഹെഡ്ലൈറ്റിൻ്റെ അതിൻ്റെ അകത്ത് കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ ഇതിൻ്റെ താഴെ കൂടെ ഈ മെയിൻ വയറിങ്ങിൻ്റെ താഴെ കൂടെ സിപ്പ് ടൈ ഇട്ട് നേരെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് ഞാനൊരു കാർ ചാർജർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കാർ ചാർജറിലേക്ക് ഒരു 12 വോൾട്ട് സപ്ലൈ കൊടുത്തിട്ട് കാർ ചാർജർ ഓൺ ചെയ്തു. എന്നിട്ട് ആ കാർ ചാർജറിൻ്റെ USB ഔട്ട്പുട്ടിലേക്കാണ് ഈ ക്യാമറയിൽ നിന്ന് വരുന്ന വയർ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നത് പോലെ കാർ ചാർജർ ഞാൻ അതിനകത്ത് സിപ്പ് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്യാമറ കാർ ചാർജർ വഴിയാണ് പവർ ചെയ്യണത് ബേസിക്കലി. അത്രയേ ഉള്ളൂ. ഇനി കാർ ചാർജറിലേക്കുള്ള വയറിങ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്കിൽ ഈ സീറ്റ് അയക്കാം. അപ്പോൾ കാർ ചാർജറിലേക്ക് 12 വോൾട്ട് സപ്ലൈ കൊടുത്തിരിക്കുന്നത് നേരെ ആ കാർ ചാർജറിൻ്റെ വയറാണ് ഈ കാണുന്നത്. ഇവിടെ ഞാൻ ഡയറക്റ്റ് ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. വണ്ടിയിലെ ബോഡിയിൽ ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പോസിറ്റീവ് വയറാണ്. ഈ പോസിറ്റീവ് വയർ ഞാൻ ബ്രേക്ക് ലൈറ്റിലേക്ക് എപ്പോഴും 12 വോൾട്ട് സപ്ലൈ വരും. അപ്പോൾ അതിലേക്ക് പോസിറ്റീവ് 12 കൊടുത്തിട്ടുണ്ട്. ഇത് മൈനസാണ്, മൈനസ് ടെർമിനൽ. അപ്പോൾ ഈ 2 വയർ നേരെ ആ ഷാസിയിലൂടെ എങ്ങനെ പോകും. ഇവിടെ ഒരു സിപ്പ് ടൈ എടുത്തിട്ട് നേരെ ഇതിൻ്റെ താഴോട്ട് ഈ കാണുന്നതാണ് വയർ. അങ്ങനെയാണ് ഇതിൻ്റെ താഴെ വയർ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഓപ്ഷണലായിട്ട് ഈ വയർ നേരെ ചാർജർ, ഇവിടെ USB ചാർജറുണ്ട്, ഈ കാണുന്ന ചാർജറിലേക്ക് ഡയറക്റ്റ് പ്ലഗ് ചെയ്താലും ആ ക്യാമറ ഓൺ ആവുന്നതായിരിക്കും. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താ പ്രശ്നം ചോദിച്ചാൽ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഈ ഒരു ചാർജർ എപ്പോഴും ക്യാമറ കണക്ട് ചെയ്യുന്നതുകൊണ്ട് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ താഴോട്ട് എടുത്ത് താഴെ എക്സ്ട്രാ ഒരു കാർ ചാർജർ ഫിറ്റ് ചെയ്ത് അതിലേക്ക് ഇവിടെ നിന്ന് കണക്ഷൻ കൊടുത്ത് അങ്ങനെ വയറൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഡയറക്റ്റ് ഈ ഒരു ചാർജിങ് പോർട്ടിലേക്ക് കണക്ഷൻ കൊടുത്താലും മതി, ഈ ക്യാമറയിൽ നിന്നുള്ള വരുന്ന വയർ. പിന്നെ ഫൈനലായിട്ടുള്ളൊരു കാര്യം, ഇതിനകത്ത് ഞാനൊരു സ്വിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്വിച്ച് വഴിയാണ് ഈ വയർ പോകുന്നത് 12 വോൾട്ട് കണക്ഷൻ. അപ്പോൾ ഇൻ കേസ് ഈ ക്യാമറ ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് വെച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. ക്യാമറ വാങ്ങിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ചാർജറും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചാർജർ ക്യാമറ വാങ്ങിച്ചാൽ ഫിറ്റ് ചെയ്യണം. സാധാരണ USB ചാർജറാണ്. ഇതിന് പകരം വേറൊരു സിമിലർ ചാർജറാണ് ഞാൻ യൂസ് ചെയ്തത്. ഇനി വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം അതിനകത്ത്. പിന്നെ കുറച്ച് സാധനങ്ങൾ, ബുക്ക്ലെറ്റ്സും കാര്യങ്ങളും, പിന്നെ ഒരു വലിയ കേബിളുണ്ട്. ഈ കേബിൾ തന്നെ യൂസ് ചെയ്യാം. ഞാൻ അതിന് പകരം വേറൊരു കേബിളാണ് യൂസ് ചെയ്തത്. ഇത് നല്ല നീളം കൂടുതലായതുകൊണ്ട്, ഇത് ശരിക്കും കാറിനുള്ളതായതുകൊണ്ട് ഈ കേബിളല്ല ഞാൻ യൂസ് ചെയ്തത്. ഇതേപോലത്തെ ഒരു മൈക്രോ USB വേറെ കേബിളാണ് യൂസ് ചെയ്തത്.
ആ വാട്ടർ പ്രൂഫിങ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ട്രാൻസ്പാരൻ്റ് സംഭവമാണ് ആ PVC പൈപ്പിൽ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കാണിക്കാനായിരുന്നു ഈ ഒരു ബോക്സ് ഇപ്പോൾ അൺബോക്സ് ചെയ്തത്. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഈ ഒരു ചാർജറിൽ എങ്ങനെ കണക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ കാണുന്നത് പോസിറ്റീവ് ടെർമിനലും ഈ രണ്ട് സൈഡിലുള്ളതും നെഗറ്റീവ് ടെർമിനലുമാണ്. അപ്പോൾ ഇതിൽ 12 വോൾട്ട് പ്ലസും ഇവിടെ മൈനസും ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓൺ ആയിക്കോളും, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ ഈ ക്യാമറയ്ക്ക് അറൗണ്ട് 2500 ആയി. പിന്നെ മെമ്മറി കാർഡിന് ഒരു 500, പിന്നെ എക്സ്ട്രാ ഒരു 100-150 രൂപ എക്സ്ട്രാ പോയി. അപ്പോൾ 3200 രൂപ ടോട്ടൽ ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു PVC ഒക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് ഇത് ഒരുപാട് വലുതായി. അപ്പോൾ ഇതിന് പകരം വേണമെങ്കിൽ 3D പ്രിൻ്റ് ചെയ്തിട്ട് ആ 3D പ്രിൻ്റ് ചെയ്യുന്ന സാധനത്തിനകത്ത് ഈ ക്യാമറ കയറ്റി അങ്ങനെയും വാട്ടർ പ്രൂഫ് ആക്കാവുന്നതാണ്. ഇത് ഞാനിപ്പോൾ ഒരു പ്രോട്ടോടൈപ്പ് പോലെ ചെയ്തതാണ്, പിന്നീട് അത് ചെയ്യാൻ പ്ലാനുണ്ട്. സോ വണ്ടി ഓൺ ചെയ്തിട്ടുണ്ട്. വണ്ടി ഇഗ്നിഷൻ ഓൺ ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ് കഴിഞ്ഞാൽ ഈ ക്യാമറ ഓൺ ആവുന്നതായിരിക്കും. അപ്പോൾ ക്യാമറ ഓൺ ചെയ്തതിന് ശേഷം ഈ ക്യാമറ വൈഫൈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യണം. ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ക്യൂബോ പ്രോ എന്ന് പറയുന്ന ഈ ക്യൂബോൻ്റെ ക്യാമറ ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ ക്യൂബോ പ്രോ എന്ന് പറയുന്ന ഈ ആപ്പ് എടുക്കുക. അതിനുശേഷം ഈ ക്യൂബോ പ്രോ എന്ന് പറയുന്ന ആപ്പിൽ നമുക്ക് ഈ ഓൺ ഡിമാൻഡ്, അതായത് ഇപ്പോൾ ക്യാമറ കാണുന്ന ഫുട്ടേജ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും ലൈവായിട്ട്. സോ നമുക്ക് റിയൽ ടൈം ആയിട്ട് ഇവിടെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ അങ്ങനെ. പിന്നെ ഇതിൽ റെക്കോർഡ് ചെയ്ത ഫുട്ടേജ് എല്ലാം ഇതിനകത്ത് സേവായി കിടക്കുന്നുണ്ട്. അത് ലാസ്റ്റ് ഡേയ്സിലാണ്. അപ്പോൾ ഞാനൊരു സാമ്പിൾ ഫുട്ടേജ് കാണിക്കാം. ഇത് നൈറ്റ് എടുത്ത ഫുട്ടേജാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നൈറ്റ് വിഷൻ നല്ല ഒരു രീതിക്ക് കിട്ടുന്നുണ്ട് ഇതിൽ. 2500 രൂപയ്ക്ക് വാങ്ങിച്ച ക്യാമറ ആണെങ്കിലും ആ ഒരു പ്രൈസിനുള്ള നല്ലൊരു വീഡിയോ ക്വാളിറ്റി ഉണ്ട് ഇതിനെന്തായാലും. സോ ഈ കാണുന്ന പോലെ ഡേ ടൈം ആണെങ്കിലും നമുക്ക് ഈ ഫുട്ടേജ് എല്ലാം സേവ് ആയിട്ടുള്ളതെല്ലാം ഇതിൽ കാണാൻ പറ്റും. ഇതിലൊരു ലൂപ്പ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പ് ഉണ്ട്. അത് മിക്കവാറും എല്ലാ ക്യാമറയിലും ഉള്ളതാണ്. അപ്പോൾ ഇത് ലൂപ്പ് റെക്കോർഡിംഗ് ആവും. ഇതിലിപ്പോൾ 64 ഇട്ട് കഴിഞ്ഞാൽ അവസാനം റെക്കോർഡ് ചെയ്ത വീഡിയോസൊക്കെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റായി കോളും. സ്റ്റോറേജ് 64 ഉള്ളതുകൊണ്ട് ഏകദേശം ഒരു 10 days ഓഫ് ഫുട്ടേജ് ഒക്കെ ഇതിൽ സേവായി കിടക്കും. അപ്പോൾ സംഭവം കൊള്ളാം, ഭയങ്കര യൂസ്ഫുള്ളാണ് സംഭവം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.